നിന്റെ കാര്യം പറഞ്ഞപ്പോ നാക്കെടുത്തതേ ഉള്ളൂ. മോളെ KCB വെച്ചേ മിക്കവാറും ഇച്ചായനെ TV കാണാം. തൊലിക്കട്ടി അത് ഉണ്ട് ഹാഷ്മി. കാര്യം ഈ പറയുന്ന ഇയാളെ പോലുള്ള പലരും വേറൊരു കാര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഇവിടെ ഒരു അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു കമന്റ്, ഒരു ഡയലോഗ് ഈ ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാരും അടിച്ചു കയറി വാ. ചീങ്കണ്ണി ജോസിന്റെ കഥകൾ കുളിക്കടയിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതൊക്കെ ഞാൻ വിശദമായി പറഞ്ഞു തരാം. അത് അഭിനയിച്ച ഒരു ആക്ടർ, അയാളുടെ നിന്ന് വന്നൊരു കോളാണ്, ഒരു പാതിരാത്രി വന്നൊരു കോളാണ്. ഏതോ പെൺകുട്ടി വിളിച്ചിട്ടേ സുഖാണെന്ന് ചോദിക്കുക. സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ. ഒരു ഫോട്ടോഗ്രാഫർ എൻ്റെ കൺസെന്റ് പോലും ഇല്ലാതെ കൊടുത്തൊരു നമ്പർ, ആ നമ്പർ എൻ്റെതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഫോട്ടോ കണ്ട് അയാൾ അപ്പം തന്നെ എന്നെ നൈറ്റ് കോണ്ടാക്ട് ചെയ്തിട്ട് ഹലോ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു. വിളിച്ചിട്ട് അയാൾ ചോദിച്ച വാക്കുകളാണ്, എന്താ പറഞ്ഞേ? നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ? സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ? ഒരു കോളില് ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ലൈക്ക് ഇത് ഞാൻ എന്ത് പറയണം? ഇതെന്താ ഇങ്ങനെ? ഇതാരാ? ലൈക്ക് ഇവർക്ക് എങ്ങനെ അത് പറയാൻ തോന്നുന്നു? ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. ഇങ്ങോട്ടൊരു ഉപകാരം ചെയ്യുകയാണെങ്കിൽ തിരിച്ചങ്ങോട്ടും ഞാൻ ഉപകാരം ചെയ്യും. രേവതിക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഞാൻ കൊച്ചിയിൽ 9 ദിവസത്തേക്ക് ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ രേവതി ഏതെങ്കിലും സ്ത്രീകളെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആരെങ്കിലും കൊച്ചിയിലുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ച ഒരുത്തനാണ് അയാള്. ഇത് സംഘടിപ്പിച്ച് തരാമോ? വൃത്തികെട്ടവനെ, നിനക്ക് നാണല്ലോ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? എന്നാ അടിച്ചോളൂ. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. അയ്യോ സദാ